ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഇന്ന് വളരെ യാദൃശ്ചികമായിട്ട് വൈകുന്നേരം ഈ പാട്ട് കേട്ടു. അപ്പം മുതൽ എൻ്റെ മനസ്സിൽ ഈ വരികൾ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ട ഒരു പാട്ടാണ് അല്ലേ, നമ്മൾ ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത ഒരു പാട്ട്, ഒരു പ്രാർത്ഥന പോലെ സുന്ദരമായ ഒരു ഗാനം. ശരിക്കും ഈ വരികൾ ആരെഴുതിയതാണ്, അതിൻ്റെ സംഗീതം ആരാണ്, ഞാൻ പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ ഇഷ്ടം പിടിച്ചെടുത്ത ഒരു പാട്ടാണ്. എന്നാലും ഞാൻ ഓർക്കുകയാണ്, കുട്ടിക്കാലം മുതൽ ഞാനിങ്ങനെ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ബഹുമാനപ്പെട്ട ഭാസ്കരൻ മാഷാണ്. എനിക്ക് പൊതുവെ ഈ ഗാനരചന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് അടങ്ങാത്തൊരിഷ്ടമാണ് അവരോട്. വരികളെടുത്ത് വാക്കുകളെടുത്ത് അമ്മാനമാടുന്നവരാണ് അവർ. അസൂയയും കൗതുകവും ഒക്കെയാണ് ആ വരികളോട് എനിക്ക്. ഭാസ്കരൻ മാഷിനെ ഈ നിമിഷം ഓർക്കുകയാണ്. ഭാസ്കരൻ മാഷിൻ്റെ വരികൾക്ക് സംഗീതം കൊടുത്തിരിക്കുന്നത് ഏറ്റവും ആരാധ്യനായിട്ടുള്ള ശ്രീ പുകഴേന്തിയാണ്. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ, ഭാസ്കരൻ മാഷിൻ്റെ രചനയിൽ ആരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്? ആലോചിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഒറ്റ ശ്വാസത്തിൽ പറയും നമ്മുടെ പ്രിയപ്പെട്ട ജാനകി അമ്മ പാടിയ പാട്ടാണതെന്ന്. ശരിക്കും ഇതൊരു കൂട്ടുകെട്ടിൻ്റെ ഒരു ഫലമാണതല്ലേ. നല്ല മനോഹരമായ ഗാനങ്ങളുടെയൊക്കെ പിറവിക്ക് പിന്നിൽ നല്ലൊരു കൂട്ടുകെട്ടുണ്ടായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. സ്നേഹദീപമേ മിഴി തുറക്കൂ എന്ന് പറയുന്ന ആ സിനിമയിലെ അതിമനോഹരമായിട്ടുള്ള ഗാനം ശാരദയും മധുവുമാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഒരു സ്ത്രീയുടെ വിഷമങ്ങളും നൊമ്പരങ്ങളുമാണ് ഇതിൽ നമുക്ക് പ്രതിപാദ്യ വിഷയം. എന്തായാലും വേണ്ടില്ല, ഈ ഒരു മനോഹരമായിട്ടുള്ള സന്ധ്യയിൽ അതിലേറെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങളെ കൂടി അതൊന്ന് ആ സന്തോഷം പങ്കിടാൻ ക്ഷണിച്ചതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.